പരിഹാരം പറയുമ്പോൾ ഇതിൻ്റെ കാരിയേഴ്സിനെ നമ്മൾ ഉണ്ടാക്കുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സ്കൂൾ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അത് നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലാതാണ് ഈ കുട്ടികളെ ഉണ്ടാക്കുന്നത്. കുട്ടികളെ ജോലിക്ക് ഉണ്ടാക്കുന്ന ആർക്കോ എവിടെയോ പോയി രക്ഷപ്പെടുന്നത്, അങ്ങനെയാണ് ആ വാക്ക് പോലും, എവിടെങ്കിലും പോയി രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഈ നമ്മുടെ ഒരു പണിയാണ് ഈ രാജ്യം നടത്തേണ്ടതെന്നുള്ള കാര്യം ഒരു വീട്ടുകാർക്കും ബോധ്യമില്ലാത്തതാണ്. വീട് ഡെമോക്രറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധാരണത്തിന് പോലും ഈ ക്ലാസ് റൂം ഡെമോക്രറ്റൈസ് ചെയ്തത്. പിന്നെ വീട് ഡെമോക്രറ്റൈസ് ചെയ്യാതെ വീടിനകത്ത് ഡിസ്കഷൻ നടക്കേണ്ടത്. ഇപ്പോൾ പറഞ്ഞാൽ അനുസരിച്ചാൽ മതി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ക്ലാസ് റൂമിൽ നടക്കുന്നത്. ആ ക്ലാസ് റൂമിലെന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമെന്ന് ഞാൻ പറഞ്ഞു പോയാൽ വീണ്ടും എല്ലാവരും ഉടനെ ഈ മുറിയാതെ, മുറിയില്ലാത്ത ക്ലാസ് റൂമിനെ പറ്റി നമ്മൾ ക്ലാസ് റൂം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഒരു സെൻറ്റർ വരട്ട് എവിടെയെങ്കിലും ഒന്ന് നമ്മൾ ഒന്നിച്ച് കൂടുന്നു എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മുറികൾക്കകത്ത് വന്നിരുന്നാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും അതിനുശേഷം ബാക്കിയുള്ളത് പഠിക്കുക എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അത് ഈ സെൽഫോണുള്ള കാലത്താണ് ഈ മനുഷ്യർ നമ്മൾ ഇരിക്കുന്നത്. അപ്പോഴും നമ്മൾ ഈ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്ന കാണാൻ പഠിക്കുന്നിടത്താണ് അത്. ഈ വീടിന് പുറത്ത് അല്ലെങ്കിൽ സ്കൂളിന് പുറത്ത് മുറ്റത്ത് എത്ര ചെടിയുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ടില്ല. അത് കാറ്റഗറൈസ് ചെയ്യാന്ന് പറയുന്നത്, അത് എത്ര ഇനം ചെടികളുണ്ടെന്ന് ഓരോ ആളും വ്യത്യസ്തമായ ചെടികളെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണ് കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ ക്യാമറയും ഒക്കെ, അത് മുഴുവൻ എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. എത്ര വീട്ടിലുണ്ട്, എത്ര ചീവീടുണ്ട്, എത്ര വണ്ടുണ്ട്. ഇങ്ങനെയാണ് ക്ലാസ് റൂമിനകത്ത് ഇരുന്ന് കാണാതെ പഠിക്കുന്നത്. ബുക്കിനകത്ത് നോക്കിയാണ് ഈ പഠിക്കുന്നത്. നാട്ടിലുള്ള ഒരു മരത്തിൻ്റെ പേര് നമുക്കറിയാം, ഒരു ചെടിയെ പറ്റി നമുക്കറിയാം. കുട്ടികളെ ഒന്നിച്ച് ഒരു സംഘമായിട്ട് ഒരു അധ്യാപകൻ ഈ എല്ലാ വീട്ടിലും പോയിട്ട് അവിടെ നടക്കുന്ന കൃഷിയിൽ അവിടെ ഇങ്ങനെ സെൻസസ് എടുക്കാൻ പഠിപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ എത്ര തരത്തിലുള്ള വർക്ക് നടക്കുന്ന സ്ഥലമാണെന്ന് അറിയുക എന്ന് പറയുന്നത്, വീടുകൾ സെൻസസ് എടുക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ, ആ ചുറ്റുപാട് സ്കൂളിന് ചുറ്റുപാടുള്ള മുഴുവൻ സ്ഥലവും തിരിച്ച വഴികൾ അറിയുകയാണ്, റോഡ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന്, ഇതെല്ലാം ഇതിനകത്ത് വരേണ്ട സാധനം. ഈ ഏരിയകളാണ് ആൾക്കാർ അറിഞ്ഞുകൂടാതെ നമ്മളിപ്പോഴും ഈ ക്ലാസ് റൂമിനകത്ത് കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി എവിടെയോ പോയി രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രം ആലോചിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. ഇതൊന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നതല്ല. അപ്പം ഞാനിപ്പോൾ ക്ലാസ്സിനെ പറ്റി സൂക്ഷ്മമായിട്ട് പറയാൻ പോയാൽ അത് വേറെ തരത്തിൽ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ്. ഞാൻ കരിക്കുലത്തിൽ ഞാനിതിന് എങ്ങനെയാണ് ഈ പൗരബോധമുള്ള ആളുകൾ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു സംഭവം അത് ചെയ്തു. മറ്റൊന്നുള്ളത് ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്, ഇവിടെ ഈ ഇതിനകത്ത് വന്ന് രണ്ടുപേര് മുഖമായിട്ട് ഇരിപ്പുണ്ടല്ലോ, രണ്ടുപേരും കൂടെ. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി പറഞ്ഞു. ഇത്രയും ആൾക്കാരുമായിട്ട് ഇത് ചെയ്യുമ്പോൾ അത് മുഴുവൻ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ആ റെക്കോർഡ് ചെയ്യുന്നതാണ് ഇതങ്ങ് ആ വന്നു കൂടുന്ന ആ നമ്പറിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടല്ല. ആ റെക്കോർഡ് ചെയ്യുന്നത് അവർക്ക് അവിടെ അതാത് പ്രദേശത്ത് ഉള്ള ആൾക്കാർക്കും അവരുടെ ഫോണിനകത്ത് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യപ്പെടും. ഓരോ ആൾ ഒരു ചോദ്യം ചോദിക്കുന്ന ആൾ അയാളുടെ കാര്യം അയാൾ ചോദിക്കുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്ത് അയാൾക്ക് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് അതൊരു സിസ്റ്റമായിട്ട് നമ്മളത് ചെയ്യുവാണെങ്കിൽ അയാൾ പറഞ്ഞ കാര്യം വേറെ ആൾക്കാരെ കേൾപ്പിക്കുന്ന ആ മനുഷ്യന് താല്പര്യമാണ്. ഞാനിങ്ങനെ ചോദ്യം ചോദിച്ച് ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞതെന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ അയാളുടെ കുടുംബ ഗ്രൂപ്പ് എന്തായാലും ഇന്നുണ്ട്, എല്ലാ ഒരു ഇതുള്ളവർക്കെല്ലാം കുടുംബ ഗ്രൂപ്പ്, അതിനകത്തെല്ലാം ഇത് പോകും. അപ്പോൾ ഈ കൂടുന്ന ആളുകളുടെ നമ്പരോ എണ്ണോ ഒന്നുമല്ല ഡിസ്കഷൻ. നമ്മൾ ഈ ഹൊറിസോണ്ടലായിട്ട് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കുന്ന ഈ ഒരു സംവിധാനം നമ്മൾ ഈ ആധുനിക സൗകര്യം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു വർഷം കൊണ്ട് തന്നെ നമ്മളൊരു 100 പഞ്ചായത്തിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 1000 പഞ്ചായത്തിലും ആൾക്കാർ അത് ഓൾറെഡി ചർച്ച ചെയ്തിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ഇൻ്റലിജൻ്റ് ആയിട്ടൊക്കെ ചെയ്തെടുക്കണം. ഞാൻ അതിനെ പറ്റിയൊക്കെ നമ്മൾ കുറച്ചുകൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. ഈ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളെ നമ്മൾ ഇതുവരെയും എക്സ്പ്ലോർ ചെയ്യാതാണ് ഞാനിത് പറയുമ്പോൾ. ശരീരം കൊണ്ട് ചെല്ലുമ്പോൾ നമ്മൾ ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലമുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ പറയും ഇത് തന്നെ വീണ്ടും പറയണ്ട എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്തേക്ക് എത്തും. കേട്ടിട്ടുണ്ടായി എല്ലാവരും വിചാരിക്കുന്നത് അവർ കേട്ടാൽ എല്ലാവരും കേട്ടു എന്നാണ്.
പക്ഷെ എല്ലാവരും കേൾക്കുന്നിടത്ത് എത്തിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇത് കടലിൽ കായം കലക്കി പോലെ അങ്ങ് പൊയ്ക്കൂടാ. റെക്കോർഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതാണ്, ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, അത് ഡിസിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത്രയും 3 കാര്യങ്ങൾ ചെയ്യപ്പെടാം. ആ ചെയ്യുന്നതാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ മുറിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ നമ്പരല്ല അത് നിർണ്ണയിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് എൻ്റെ സ്വന്തം ജീവിതം കണ്ട് പഠിച്ചതാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷം, ഇപ്പോൾ 2016 ഞാൻ അതുവരെ ഞാൻ ടെലിവിഷനിൽ പോകാതെ ഒക്കെ ഇരിക്കുകയായിരുന്നു, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഈ 10 വർഷമേ ഞാൻ സംസാരിച്ചത്. പക്ഷെ അത് ആളുകൾ എന്നെ ചീത്ത പറയാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെച്ച് ഇപ്പോൾ ഒരുവിധമുള്ള ആൾക്കാർക്ക് മുഴുവൻ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞു, മറ്റേത് പറഞ്ഞില്ല എന്ന് കേട്ടോ. ഞാൻ പറയും, നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ വീഡിയോ എത്ര ഉണ്ടെന്ന് എനിക്കൊരു വിവരമില്ല. ഒരു മനുഷ്യനൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് 1800 എണ്ണം അതിനകത്തുണ്ട്. ഈ 1800-ന് 800 എണ്ണം ഒരു കാശിനുള്ളാതെ പലരും ഈ ക്ലിപ്പിങ്ങൊക്കെ ആയിരിക്കും. എന്നാലും 1000 എണ്ണം കടന്നുപോയി എന്നുള്ളൊരു സ്ഥലമുണ്ട്. ഒരുവിധമുള്ള മനുഷ്യർക്ക് ഇപ്പോൾ പറ്റുന്ന ചോദ്യം ചോദിക്കുക, അതിനെല്ലാം ഞാനിങ്ങനെ ഉത്തരം പറയുകയൊക്കെ ചെയ്ത കാരണം കൊണ്ട് ഒരു പണിയെടുത്തിട്ടുണ്ട്. അപ്പം അത് ആണ് എൻ്റെ ഇതിനകത്ത് ഞാനത് ഒരു പോസിറ്റീവായിട്ട് കാണുന്നത്. നമ്മൾ 5 വർഷമെങ്കിലും സത്യത്തിൽ വേണ്ടി വരും യഥാർത്ഥത്തിൽ പഞ്ചായത്തിലെല്ലാം പോയി വരാൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ 2 വർഷം തന്നെ പോയി കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തിലും ഈ വിഷയം മനസ്സിലായി കഴിയും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഫിസിക്കലി അവിടെ കൂടുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ കൂടുന്ന സ്ഥലത്ത് എത്ര പേരുണ്ടെന്നുള്ളത് ഒരു പ്രസക്തിയൊന്നുമില്ല. 4-5 പേരൊക്കെ ഉണ്ടായാൽ തന്നെ മതി. അല്ലാതെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു പണി. ഒരു ഡോക്ടർ മരുന്ന് കൊടുക്കാനിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. വെറുതെ നമ്മൾ ആൾക്കാർക്ക് അവൈലബിൾ ആണ്. മറ്റേതങ്ങനെയല്ലല്ലോ, നമ്മളിരിക്കുന്നിടത്തേക്ക് നിങ്ങൾ വരൂ എന്നാണല്ലോ ഒരു പഠിച്ചവരായാലും എല്ലാവരും പറയുന്നത്. അതിന് പകരം ആളുകളുടെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിക്കുന്നു എന്നുള്ളതേ. പക്ഷേ സംശയമൊന്നുമില്ല, നമ്പർ കൂടുന്നതിന് തടസ്സമല്ല. പക്ഷെ നമ്പർ കൂടിയാലേ കാര്യങ്ങൾ നടക്കുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അല്ല, ആളെ കൂട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ആളുകൾ ഡ്രോ ചെയ്ത് വരും എന്ന് ഞാൻ വിചാരിക്കുന്ന സ്ഥലമുണ്ട്. അത് വേറെയാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഒരാൾ നാട്ടിൽ ഒരു പരിചയമില്ല, പക്ഷെ അയാൾക്ക് മുറിയൊക്കെ എടുത്ത് തരാനൊക്കെ അയാൾക്ക് പറ്റും. പക്ഷെ വേറൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ ആ ഒരു എല്ലാവർക്കും ഈ ആളുകളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നതൊന്നും നടക്കത്തില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ മറ്റതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിനകത്തൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതിൻ്റെ സാധ്യതകൾ നമ്മൾ ഓരോ ഇത് കഴിയുമ്പോഴും നമുക്കത് വികസിപ്പിക്കാനും ഇതിനൊരു വലിയ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കഷൻസ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാനും പറ്റും. ടൈമിൻ്റെ പ്രശ്നം പോലും ഉണ്ടാകും. പക്ഷേ അപ്പോഴും ഞാനീ പറയുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ കോടതി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ നൂലാമാലകൾ സംസാരിക്കുകയും പറയുകയും ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു ഫങ്ഷണലായിട്ട് ഈ 3 സ്ഥാപനം ഒരു നാട്ടിലെ പഞ്ചായത്തൊക്കെ ഒരു സ്കൂൾ തുടങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് പോയിട്ട് നമ്മളൊരു സ്കൂൾ തുടങ്ങിയെന്ന് വെച്ചു, അവിടെ കുറച്ച് പേര് മാത്രമേ വരുള്ളൂ. മറ്റുള്ളവർക്ക് ഒരു വിചാരമില്ല ഇതിവിടെ പഠിച്ചാൽ ശരിയാകുമെന്ന്. മറ്റേതങ്ങനെയല്ല. അതിനൊരു ആധികാരികത അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം നമ്മൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പം നല്ല സ്പിരിറ്റോടെ ടോൾസ്റ്റോയ് ചെയ്തായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് സ്കൂളൊക്കെ തുടങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട്. ടാഗോർ തുടങ്ങിയത് അവിടെ തന്നെ ഇരുന്ന് പോയിട്ടുണ്ട്. ഋഷിവാലി സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഇരുന്നിട്ടുണ്ട്. മേരി റോയി സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഇരുന്ന് പോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് സിസ്റ്റംസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ വ്യക്തിഗതമായിട്ട് ഇപ്പോൾ ഞാനൊരു സ്കൂൾ നടത്താൻ അറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ല. എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി സ്കൂളിനകത്ത് പോയി അതെങ്ങനെ നടത്തണമെന്നൊക്കെ പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വിഷയം അറിഞ്ഞുകൂടാത്തതല്ല, പക്ഷെ അത് ചെയ്യാൻ പോയാൽ ഒരു ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് കയറും. ഇതൊന്നും വ്യക്തിഗതമായ അയാളൊരു എന്താ പറയണ്ടേ, അയാളൊരു വലിയ പുള്ളിയാണ് എന്ന അവസാനം എല്ലാവരും കൂടെ അവിടെ എഴുതി ഒട്ടിക്കാൻ മാത്രമേ ആ തരത്തിലുള്ള പ്രവൃത്തികൾക്ക് കാര്യമുള്ളൂ.
അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നാട്ടിനകത്ത് സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതിനകത്താണ് വർക്ക് കിടക്കേണ്ടത്. സ്കൂൾ അങ്ങനെ ഉണ്ടാക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കോടതി എന്ന് പറയുന്ന കാര്യത്തിന് ഇതുപോലെ തന്നെ അറിയേണ്ടതാണ്. പിന്നെ നമ്മളെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ കേസ് കേൾക്കേണ്ടത്. അതിന് ഓരോ കേസിനും ഒരു ജൂറി ഉണ്ടാകും. കേസിനെ പറ്റി അറിയുന്ന, ആ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. നമ്മൾ ഈ നിയമം പഠിച്ചു വരുന്ന നാട്ടിലെ നിയമം അനുസരിച്ചിട്ടുള്ള ഒന്നുമല്ല നമ്മളിത് പറയുന്നത് മുഴുവൻ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലുള്ള ഒരു കോടതി സിസ്റ്റം നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇപ്പം നമ്മുടെ തർക്കപരിഹാര കേന്ദ്രം എന്ന് നമ്മൾ പറയുന്നു. ആ സ്ഥലം എന്ന് പറയുന്നത് രണ്ടുപേരും അതിർത്തി തർക്കം ഉണ്ടാകുന്നുണ്ടാകും, അല്ലെങ്കിൽ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഇതെല്ലാം നമുക്ക് അത് പരിഹരിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ ആ ഈ വില്ലേജിലുള്ള ആ ഓരോന്നിനും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ആൾക്കാരെ അവിടെ വെച്ചാൽ മതി. അതുകൊണ്ട് അവർ പവർ സെൻ്ററായി മാറത്തില്ല. മറ്റേല്ലെന്നുണ്ടെങ്കിൽ സ്ഥിരം ഓരോ ആളുകൾ ഇരുന്ന് പോയാൽ അവരെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് പരിശോധിക്കും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഈ കേസിന് ഇതിനൊക്കെ ഞാനത് ഐഡിയ പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഈ പോലീസിന്റെ കാര്യത്തിന്. അതൊക്കെ ഇതുപോലെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും സംശയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസിന് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഭരിക്കാൻ പോയവർക്ക് വേണ്ടി ഉണ്ടായ രാജാവിന്റെ കിങ്കരന്മാരെയാണ് നമ്മൾ പോലീസ് എന്ന് വിളിച്ചത്. ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞിട്ട് ശരിയാക്കാനായി നോക്കിയത്. അത് നമ്മൾ നല്ല വെടി, നല്ല തോക്ക് ഉണ്ടെന്ന് പറയുന്ന സ്ഥലം. നല്ല തോക്കില്ല, ഏത് തോക്ക് വെച്ച് വെടിവെച്ചാലും ചത്തു. ചീത്ത തോക്കും നല്ല തോക്കും, നല്ല വെടിയില്ല. അതുകൊണ്ട് നല്ല ഭരണമില്ല എന്ന് അറിയേണ്ടത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. നമ്മളിവിടെ സേവനത്തിനെ പറ്റി, ക്രമീകരണത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഭരണത്തിനെ പറ്റിയല്ല. അതുകൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറ്റാതെ. ഇപ്പോൾ നമ്മൾ മോദിയെ ചീത്ത പറയും, പിണറായി ചീത്ത പറയും. ഞാനിത് രണ്ടുപേരും ചീത്ത പറയുന്നുണ്ട്. പക്ഷെ അവരിയ്ക്കുന്നത് ആ മുറിക്കകത്താണ് ഇരിക്കുന്നത്. അവിടെ എന്നെ കൊണ്ടുപോയി ഇരുത്തിയാലും ഞാനും അങ്ങനെ തന്നെ പെരുമാറാനൊക്കത്തുള്ളൂ. വലിയ മേശ, വലിയ കസേര, വലിയ മുറി, മറ്റുള്ളവരെ ചെറുതാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കി ഡിസൈൻ ചെയ്തിരിക്കുന്ന സാധനമാണ് ഇത്. സമത്വവും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. മേലോട്ടാണ്, പ്രൊമോഷൻ കിട്ടാനാണ് എല്ലാവരും ഇരിക്കുന്നത്. നമ്മുടെ ഈ പഞ്ചായത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ റേറ്റ് ചെയ്ത്, നമ്മുടെ ഊബർ ഡ്രൈവറെ റേറ്റ് ചെയ്യുന്നത് റേറ്റ് ചെയ്യണം. ആ റേറ്റ് ചെയ്ത എത്ര ഇത് കിട്ടുന്ന അനുസരിച്ചിട്ടാണ് ഇൻക്രിമെന്റ് കിട്ടത്തുള്ളതെന്ന് വരാമെങ്കിൽ സേവനം മാറും. അധ്യാപകരെ, കുട്ടികളെ റേറ്റ് ചെയ്യേണ്ടതും ഇത് പിള്ളേർക്ക് മാർക്കിടുന്ന മാത്രമേ ഉള്ളൂ. ഈ പഠിപ്പിക്കാൻ അറിഞ്ഞിടാത്തവരാണ് മുഴുവൻ പേര്. കൈബിൽ കൊടുത്തിട്ട് മാത്രം കയറിയ അധ്യാപകരാണുള്ളത്. അപ്പം ഇതൊക്കെ ഈ ഏരിയകളെല്ലാമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റ് ചെയ്യേണ്ടി വരുന്ന മെക്കാനിസങ്ങൾ വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് ആവശ്യം. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് ജില്ലയിലാണ് നമ്മളിത് സംസാരിച്ച് തുടങ്ങുന്നത് എന്ന് തീരുമാനിക്കാൻ. ഒരു ജില്ലയിൽ ഒരു 10-20 പേരെങ്കിലും ഉള്ള 20 പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ജില്ലയിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചപ്പോഴാണ് ദിനേശനാണ് ഇങ്ങനെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വയനാട് ജില്ല കൊച്ചി ജില്ലയാണ്. ആപ്പാടെ അവിടെ 23 പഞ്ചായത്തേ ഉള്ളൂ. 23 പഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി. അപ്പൊ ഞാൻ അപ്പൊ ചെറുതാകുന്ന സമയത്ത് മാത്രമേ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം മതി. അങ്ങനെയാണ് ടെക്നിക്കലി ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ തോന്നി. ഒരു ജില്ല നമ്മൾ കവർ ചെയ്തു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. വയനാട്ടിൽ തന്നെ 4 പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. വരുന്നിപ്പം നമുക്ക് ജൂണും നമ്മൾ ജൂലൈ ഇട്ടത് ഇതിനൊരു ക്ലാരിറ്റി എത്ര പേര്. ഇപ്പം നമ്മൾ പലതവണയായിട്ട് ഇതിങ്ങനെ ഇതൊരു പ്രാഥമികമായൊരു ഞാൻ ഇവിടെ ആലോചിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇന്നെന്തെങ്കിലും സംഭവിക്കുമെന്ന്, ഇങ്ങനെ ഇപ്പം ഇയാളിങ്ങനെ വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തുമെന്നൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വയനാട് ജില്ലയും ഇടുക്കി ജില്ലയും യാത്ര ചെയ്യുന്ന ആരും പോകാത്തതാണ്. നമ്മൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നവർ ഉപേക്ഷിക്കുന്ന 2 ജില്ലകളാണ്. ഇങ്ങനെ ആർക്കും പിന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാവരും ഉപദ്രവിക്കാൻ വേണ്ടി അയക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ആരംഭിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിനകത്തൊരു മുൻകൈ നെഗ്ലക്ട് ചെയ്ത സ്ഥലത്തു നിന്ന് ആരംഭിക്കുക എന്ന് പറയുന്നത് കാസർഗോഡ്, മറ്റേ വയനാട്,
ഇടുക്കി ഇതൊക്കെ ഒന്ന് ആരംഭിക്കുകയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജില്ലകളൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഈ വയനാടിനെ പറ്റി ആലോചിച്ചത് ഇത് മാത്രമാണ്. 1 മാസം കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ കയറിയ അവിടുത്തെ ഒന്നുമില്ല. അവിടുന്ന് തന്നെ ഒരു 5 പേര് എന്നോട് അതിൻ്റെ പല ഭാഗത്തു നിന്നും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യും. നമ്മുടെ സോയ ഉൾക്കൊള്ളി അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെ തന്നെ അറിയുന്നവർ ഒത്തിരി പേര് എനിക്ക് അടുത്തുണ്ട്. നോക്കുമ്പോൾ തൃശ്ശൂർ, എറണാകുളത്ത്, ആലപ്പുഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് നേരിട്ട് തന്നെ പരിചയമുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ജില്ല അതിലൊന്ന് പോയിരുന്ന് നമ്മളിന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് പറഞ്ഞും സംസാരിച്ചും നമുക്ക് തന്നെ ഈ പറയുന്ന കാര്യത്തിനകത്തൊരു ക്ലാരിറ്റി, കാരണം അറിഞ്ഞിട്ട് തുടങ്ങുന്ന സ്ഥലമല്ലെന്ന് എല്ലാവരും അറിയണം. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് കുഴപ്പമാണെന്ന് മനസ്സിലായി. അത്രയാണ്. തോക്ക് വെച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന് പഠിച്ചു പോയി എന്നുള്ളത് മാത്രമാണ് എനിക്ക് വന്ന അപകടം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പകരം ഒരു കമ്മ്യൂണിക്കേഷന് പറ്റുന്ന ഇൻ്റർനെറ്റ് ആണ് നമ്മുടെ കയ്യിൽ തരേണ്ട, തോക്കല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ കിട്ടുന്ന ആശയവിനിമയം നടത്തി പരസ്പരം അറിയുക എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒന്നിച്ചാലോചിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തിരുന്ന് ഇപ്പം നമ്മൾ കേൾക്കുന്ന പറയുന്നതായിട്ടുള്ള ഇപ്പം നമ്മളിത് റെക്കോർഡ് ചെയ്ത് ഈ പറയുന്ന ഇൻട്രാക്ഷൻ നമ്മൾ വിടുന്നുണ്ടാകും. ആ വിടുന്ന സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ താഴെ വീണ്ടും ആൾക്കാർ വരുന്നുണ്ടാകും. അപ്പോൾ ഇപ്പം വയനാട് ജില്ല നമ്മൾ പോന്നാലും അടുത്ത ജില്ല ഏത് എന്ന് പറയുന്നത് അതിങ്ങനെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് എന്നുള്ള യുക്തിയിലല്ലാതെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ജില്ലയിൽ തന്നെ വീണ്ടും തിരിച്ചു വരിക എന്ന് പറയുന്ന തരത്തിൽ ഒരു സമയത്ത് ഒരു 20-30 പേര് 30 അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ എന്നെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല കളിക്കവിളയെന്ന് ഞാൻ മഞ്ചേശ്വരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് യാത്ര മാത്രമായിരിക്കും ആകാതെ ഇന്റർനാഷണൽ അങ്ങനെ ആകും. ചുരുങ്ങിയതൊരു 20 പഞ്ചായത്തിൽ നിന്നെങ്കിലും ഒരു ജില്ലയിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ നമുക്ക് അവിടെ തന്നെ പ്രവേശിച്ച് അവിടെ അത് ചെയ്യാൻ പറ്റും. വീണ്ടും പോകാൻ പറ്റും. പഞ്ചായത്തിലല്ല, ജില്ലയിൽ പോകാം. പഞ്ചായത്തിൽ തന്നെ പോയാലും ഒരു വഴക്കുമില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് 2 വാർഡിൽ പോകേണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മളീ പറയുന്നത്. പക്ഷേ നമ്മളിത് ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യാത്തത് കാരണം കൊണ്ട് ഞാൻ മുഴുവൻ പഞ്ചായത്തിലും പോയി എന്ന് വരുത്താൻ വേണ്ടി വിരലുകൊണ്ട് കൊടുത്തിട്ട് പോരേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു വർക്കൊന്നുമല്ല. നമുക്കൊരു 2 വർഷമെങ്കിലും ഇതിൻ്റെ മുകളിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് ഈ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഫോർമാറ്റ് ചെയ്ത് അതിനകത്ത് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂള്, ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു പൗരസഹായ കേന്ദ്രം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് തർക്കപരിഹാര കേന്ദ്രം ആരംഭിച്ച് വർക്ക് ചെയ്ത് നോക്കിയാൽ എങ്ങനെ വർക്ക് ചെയ്യും എന്ന് കണ്ടെത്തേണ്ട പണിയാണ്. അതാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. വർക്ക് ചെയ്യാതിരിക്കില്ല, അല്ല വർക്ക് ചെയ്ത് പഠിക്കേണ്ടത്. ആ വർക്ക് ചെയ്യുമ്പോൾ ഒരു പൗരസഹായ കേന്ദ്രം ഉണ്ടാക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾ പോകാതെ ഇവിടെ വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടിക്കില്ലേ ആൾക്കാർ അവരത് ചെയ്യുന്നത് നേരിടേണ്ടതുണ്ട്. അങ്ങനെ അവിടെയാണ് അതിൻ്റെ വർക്ക് കിടക്കുന്നത്. നമ്മളിത് ചെയ്യുമ്പം നമ്മൾ പണ്ട് എന്താണ് അയൽക്കൂട്ടം ഉണ്ടാക്കാനായിട്ട് ബംഗ്ലാദേശ് ഗ്രൂപ്പ് അവിടെ അമ്പലപ്പുഴ ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ അതിനകത്ത് ആദ്യം തൊട്ടുള്ള ആൾക്കാരാണ്. അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം അവിടെ നിന്നുണ്ടായതാണ്. അപ്പോൾ എല്ലാ തവണയും അത് പൊട്ടിപ്പോയത് അങ്ങനെയാണ്. രാഷ്ട്രീയ പാർട്ടിക്കാർ ഇടപെട്ട് തന്നെയാണ് തകർത്ത് കളഞ്ഞത്. അവിടെ പോസ്റ്റ് ഓഫീസുകാർ ഉണ്ടാക്കിയായിരുന്നു. ആളുകൾ ചെല്ലുക, അവരവർക്ക് സാധനങ്ങൾ എടുത്തിട്ട് കാശ് അവിടെ ഇടുക എന്നുള്ളത് തരത്തിലൊക്കെ അവർ ചെയ്തതാണ്. പൊളിഞ്ഞു പോകും. എന്നത് വളരെ ബോധപൂർവം ചെയ്യും. പക്ഷെ അതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ഈ ഇരിക്കുന്ന ജോലി കിട്ടുന്നവർക്ക് പ്രൊമോഷൻ കിട്ടാതാക്കുന്ന ഒരു പണിയാണെന്നും ഒക്കെ കാണുന്നില്ല. അപ്പോൾ അതിപ്പോൾ ഇൻ്റർനെറ്റ് വരുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ എല്ലാവരുടെയും ജോലി പോകുമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് തീരുമാനിക്കുന്ന അത് തല്ലിപ്പൊട്ടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടർ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട്, നമ്മൾ ട്രാക്ടർ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തല്ലിപ്പൊട്ടിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളത് ആരംഭിക്കേണ്ട കാര്യമില്ല. ഞാൻ വെടികൊണ്ട് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതെന്താ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും, പേടിക്കണ്ട. അപ്പോൾ ആ പേടിയുടെ അല്ലെങ്കിൽ അത് ഇത് തല്ലിപ്പൊട്ടിക്കുന്നില്ല. വേറൊരു സാധ്യത എന്ന് പറയുന്നത്
ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു മോഡൽ ഇനിഷ്യേറ്റ് ചെയ്തും ചെയ്യും. അതിന്റെ പ്രവർത്തനം ഒരു പരിധി വരെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാ പഞ്ചായത്തിലും ഇങ്ങനെ പോയി പറയേണ്ട കാര്യമില്ല. ഇല്ല, അതാണ് ഞാനീ പറയുന്നത്. ഞാൻ പറയുന്നത് 2 വർഷത്തിനകത്ത് നമ്മൾ ഈ മുഴുവൻ പഞ്ചായത്തിൽ എത്തിയോ എന്നുള്ളതിനേക്കാളും വലുതാണ് ഇതിൻ്റെ നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് നമ്മൾ നടത്തുന്ന ഇൻട്രാക്ഷനകത്തോട്ട് റെക്കോർഡ് ചെയ്ത് ആളുകൾ ഇത് കോമൺ നോളജായി മാറും. അപ്പം നമുക്ക് പല സ്ഥലങ്ങളിൽ ആളുകളുടെ സ്വന്തം ഇനിഷ്യേറ്റീവിൽ ആരംഭിക്കുമ്പോൾ അതിനകത്തുനിന്ന് ലേണിംഗ് ചെയ്യേണ്ട സ്ഥലങ്ങൾ. ഇപ്പം നമ്മൾ ഇയാൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം പോലുള്ള കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഈ സുവിശേഷം പറയാൻ റോഡ് സൈഡിൽ നിന്ന് കൊണ്ടുവന്ന സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്. അത് തന്നെ എവിടെ തുടങ്ങണം എന്ന് ആലോചിക്കുന്ന സ്ഥലമാണ് ഇപ്പം നമുക്കുള്ളത്. എവിടെയാണ് നിൽക്കേണ്ടത് ആദ്യം, അതിനാണ് ഇപ്പം ഈ സംസാരിക്കുന്നത്. വിഷയമല്ല ഏത് സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഒരു ദിവസം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ധാരണയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പല സ്ഥലത്തും എന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംസാരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസം വരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം മാത്രമായി പോയി അല്ലല്ല, ഞാൻ പറയുന്നത് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മള് പലപ്പോഴും പല പരിപാടികളും സംഘടിപ്പിക്കുന്ന സമയത്ത് ഉള്ള ചില പ്രായോഗികമായ സാധനം നമ്മളെ മൈൻഡ് സെറ്റിലുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് ഓർഗനൈസ് ചെയ്യുന്ന ആയിട്ട് ഇപ്പൊ ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഓർഗനൈസ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് പരിപാടിക്ക് എന്തോ സംഭവിപ്പിക്കുന്നില്ല. ഇല്ല ഇത് ഞാൻ ഇത് പറഞ്ഞാല് ഞങ്ങൾ 2 പേരും അവിടെ വരും, ഞങ്ങളവിടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണേലും കടന്നു വരാൻ പറ്റാതെങ്കിൽ നിങ്ങൾ പല ജീവിതത്തിൻ്റെ പല കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നവരാണ്. ആ നിൽക്കുന്ന ആളുകൾ വീട്ടിൽ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വരാനൊക്കത്തില്ല. അപ്പോൾ ആളുകൾക്കൊരു സാധ്യത ഉണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാൻ പറ്റും. ഇനി മറ്റുള്ളവർ ആരും എല്ലാവരും കേൾക്കെ പറയാൻ പറ്റാത്ത ഒരു കാര്യം പറയണമെന്ന് ഒരാൾക്ക് തോന്നിയാലും പറയാത്തത് ഇങ്ങനൊരു സ്ഥലമുണ്ട്. ആദ്യം വന്ന മനുഷ്യരോട് പറഞ്ഞ് പകുതി വരുമ്പോഴാണല്ലോ അടുത്ത കൂട്ടം മനുഷ്യർ വരിക. അപ്പൊ അവർക്ക് ആദ്യം പറഞ്ഞ പോയിന്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് അതാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരാളിരുന്ന് കഞ്ഞി വെച്ച് കൊടുക്കുന്ന കഥയല്ലത്. നമുക്കിപ്പോ ഈ നടക്കുന്ന ഇന്ററാക്ഷൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് തന്നെ ആളുകൾ എപ്പോൾ വേണേലും എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. ബസ്സിനകത്ത് ആദ്യം വഴിന്നെല്ലാം കയറാം. ആദ്യമായി കയറിയെടുത്തൊന്നും തന്നെ നിങ്ങൾ കയറണമെന്ന് ശടിക്കണ്ട, നിങ്ങൾക്ക് എത്താനായിട്ടത് വേണ്ട. അപ്പോൾ അതുപോലെ അത് മനസ്സിലാക്കിയാൽ മതി. അപ്പം നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾ എന്തിനാണ് അങ്ങോട്ട് ചെല്ലുന്നത്? സാധാരണ ഇതുപോലുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ തിരിക്കുകയാണ്, വാ വരൂ നിങ്ങൾ കേൾക്കൂ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇരിപ്പ്. അതിന് പകരം ആളുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവരുടെ സമയത്തിന് അവർ വരാനായിട്ടായിരുന്നു. ഞാനിത് ടൈം മുഴുവൻ സത്യത്തിൽ വെക്കുന്നുണ്ടോ ഒരു ഇതുള്ളത് വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്നോടൊക്കെ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യും. നമ്മൾ ഈ പറയുന്ന കാര്യം സത്യത്തിൽ പറയണമെന്ന് വിചാരിക്കുന്നത് വൈകുന്നേരം 6 തൊട്ട് 9 വരെയുള്ള ഒരു സമയത്താണ് ഞാനിത് ഈ 3 വിഷയം പറയുന്നത്. പക്ഷെ അല്ലാത്ത സമയത്ത് ആൾക്കാർക്ക് അവൈലബിൾ ആയിരുന്ന ഉച്ചതിരിഞ്ഞൊക്കെ ആൾക്കാർക്ക് ഈ സ്ത്രീകൾക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് വരണമെന്ന്, അവരുടെ കാര്യങ്ങളൊക്കെ പറയണമെന്ന്, അവർ എന്തുകൊണ്ടാണ് ഇത് പറ്റാത്തതെന്ന് പറയണമെന്നൊക്കെ കേൾക്കണമെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ കഞ്ഞി വയ്ക്കാൻ പോകേണ്ടവരാണ്. ആ സമയത്ത് നമ്മളിത് വെച്ചാൽ അവർക്ക് വരാൻ പറ്റത്തില്ല. ആ സമയത്തൊക്കെ ആൾക്കാർക്ക് ഇത് ഏതെങ്കിലും നിലവാരത്തിൽ എന്നെ കൊണ്ട് പ്രയോജനപ്പെടുമെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ പ്രയോജനപ്പെടേണ്ടെന്ന് വിചാരിച്ചു മാത്രം. പരിപാടി എന്ന് പറയുന്ന സാധനം അല്ല, നമ്മൾ പരിപാടിയല്ല. നമ്മൾ ആളുകൾ കാണുക, അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക, ആളുകൾക്ക് അവൈലബിൾ ആകുക എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും. അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ സമയത്തിന് ഓടി വരാം. ഇങ്ങനെ ബാക്കി തൊഴിലെല്ലാം തീർന്നും ചാകാറായിരിക്കുന്നതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇത് അല്ലാതെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരുത്തനാണെങ്കിൽ 3 പേരുടെയും മക്കൾ വലുതായതുകൊണ്ടാണ് അയാൾ വരാൻ പറ്റുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലം എത്തുന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ കഴിയില്ല. ഇനി അത് ആരും ആ സമയത്ത് വന്നില്ലെങ്കിൽ ഞാൻ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ ഇരിക്കുന്നത്. അതൊരു സ്ഥലത്ത് പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതൊരു മോറൽ പ്രഷറും കൂടെയാണ്. ഒരു മണിയൻ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു, നമ്മളാരും ഇതുവരെ അങ്ങോട്ട് പോകില്ല എന്ന് തോന്നുന്ന വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ട്. കുറച്ച് പേർക്ക് എന്നെ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അവർക്ക് നമ്മളവിടെ ഉണ്ട് എന്നറിയുന്നവർക്ക് വരാം. അവർക്ക് ഈ ഒളിച്ചിരുന്ന് എഴുതുന്നവരാണല്ലോ എല്ലാവരും.
അവർക്ക് നേരിട്ട് നമ്മൾ അവരുടെ പഞ്ചായത്തിൽ ഇരിക്കൊണ്ട് അവർക്ക് നേരിട്ടൊന്നും വരില്ല, ഒളിച്ചിരുന്ന് തന്നെ ഇരിക്കും. അതെനിക്കറിയാം, അത് വേറെ സൈഡ്. വരുന്നാളുകളുണ്ടാവും. വരട്ടെ. അപ്പൊ ആ വരുമ്പ് അത് സജീവമാകുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആളുകൾക്ക് സമയമുണ്ട്, നമ്മൾ സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നമ്മൾ ഈ പറയുന്ന പഞ്ചായത്തിനോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജനാധിപത്യത്തിനോട് ബന്ധപ്പെട്ടോ കാര്യം മാത്രമല്ല, ജീവിതം എന്താണെന്ന് പറയുന്ന ഒരു വശം ഞാൻ ആദ്യം പറയുന്നത്. അല്ല അപ്പൊ അതില്ലേ എന്താണ് ജീവിതം, എന്താണ് കുടുംബം എന്ന് പറയുന്ന രണ്ട് സാധനം. അത് കഴിഞ്ഞ് എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നിടത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ പഞ്ചായത്തിന്റെ കാര്യം യഥാർത്ഥം വരുന്നത്. പക്ഷേ മറ്റേ കാര്യങ്ങൾ അറിയാതെ ഇത് ആലോചിക്കാനും നോക്കത്തില്ല. എങ്ങനെയാണ് ആ ക്ലബ്ബാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് അതിനകത്ത് ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. അപ്പൊ അത് ഈ ഒരു പ്രക്രിയയിൽ ഏത് ടൈം ആകുമ്പോൾ ഇങ്ങനെ ഒരു വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരം 6 തൊട്ട് 9 വരെയുള്ള സമയത്ത് നമുക്ക് യഥാർത്ഥത്തില് ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞ നിലവാരത്തിലുള്ള ഒരു അവതരണം പോലെ ആ സമയം തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവൈലബിൾ ആകേണ്ടത് ഇൻപുട്ട് എടുക്കുകയാണ് ആളുകൾ. അതെ, അതുവരെ ആളുകൾ പറഞ്ഞ എനിക്ക് അവർ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഈ വിഷയങ്ങൾ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഒന്ന് എസ്റ്റുഡന്റോട് ചെയ്ത് നോക്കണമെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ അതൊക്കെ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരും. ഓ അത് ശരി എല്ലാ സ്ഥലത്തും ഇപ്പോഴേ തന്നെ നമ്മൾ തീരുമാനിച്ച പോളിറ്റ് ബ്യൂറോ ഒന്നും ഇങ്ങോട്ട് അല്ല, നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഗവൺമെന്റിന്റെ നയപരിപാടി ഇങ്ങോട്ട് അയച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കഥയില്ല. മനസ്സിലായി. അപ്പൊ പിന്നെ ആശ്വാസമായി. ഞാൻ ഫസ്റ്റ് സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാൻ അല്ലെങ്കിൽ എപ്പോഴാണോ തുടങ്ങുന്ന ആ സമയം മുതൽ Clarity available വേണ്ട ആണ്. time. അതെ. ആർക്ക് വേണമെങ്കിലും വരാം, ഇന്ററാക്ട് ചെയ്യാം. അതിനുശേഷം ഒരു കൺക്ലൂഷൻ അല്ല, അവിടുത്തെ ഒരു പരിപാടിയുടെ ഫീഡ്ബാക്കും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസും നെറ്റ്വർക്കിംഗ് നമ്മളുടെ ആശയം കുറെ കൂടി നമ്മള് ആളുകൾക്ക് അവൈലബിൾ. ഈ പരിപാടിക്കാർ എന്നും ചെയ്യുന്നത് പരിപാടി തുടങ്ങിയാൽ ഒരിക്കലും അവിടെ കാണത്തില്ല. അവസാനം 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ. ആളുകൾ ഇരുന്ന് മുഷിഞ്ഞ് ജീവിതം പാടായി. ഇത് അങ്ങനെയല്ല, പരിപാടിക്കാരൻ അവിടെ ഇരിക്കണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ നിലപാട്. അല്ല, ആ സംസാരിച്ചതിന് ശേഷം അതിൽ താല്പര്യം തോന്നിയ മനുഷ്യർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അതുപോലെ നമ്മളുടെ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് അവരൊരു യൂണിറ്റായി തുടങ്ങാൻ പറയുകയാണോ ചെയ്യാൻ പോണേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. അതിന് ഇവോൾവ് ആയി വരും എന്നുള്ളതാണ് എനിക്കറിഞ്ഞൂടാ. ഞാനത് എല്ലാം മുഴുവനും പ്ലാൻ ചെയ്തിട്ട് തുടങ്ങുവാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്ന പരിപാടിക്കകത്ത് എല്ലാവരുടെയും പങ്കെടുക്കുന്നത് അതല്ല നമ്മുടെ യഥാർത്ഥ എക്സർസൈസ്. അതെ, എന്റെയൊക്കെ പ്രതീക്ഷ അങ്ങനെയാണ്. നമുക്കൊരു സാധനം കിട്ടും, എക്സിക്യൂട്ടീവ് കിട്ടും, അല്ല, ഇപ്പോഴും ഞാൻ പറയാൻ വേണ്ടി പ്രോഗ്രാമിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് പേപ്പർ ഉണ്ടാവണല്ലോ എന്ന് പറയാൻ വേണ്ടി തുടങ്ങിയത്. പേപ്പറൊക്കെ ഞാൻ എഴുതാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല, പക്ഷെ അതാണ് നമ്മൾ എന്നും ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് കൺസെപ്റ്റ് പേപ്പർ നമ്മുടെ എക്സർസൈസിനകത്തോട് രൂപപ്പെടാം. അപ്പോൾ നമുക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് ഞങ്ങളൊരു കൺസെപ്റ്റ് പേപ്പർ ഇതിനെപ്പറ്റി തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പറയാനൊക്കത്തില്ല. നമ്മളോടൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്യാതല്ല ഇത് നിങ്ങൾ തുടങ്ങിയതെന്ന് പറയാനോ അല്ലെങ്കിൽ എഴുതാനോ ഒക്കത്തില്ല എന്നുള്ളത്. എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന കാര്യങ്ങൾ എഴുതണം. അവിടെയാണ് താനെ ആവശ്യമുള്ളത്. ഒരു വെബ്സൈറ്റ് പോലൊരു അതൊരു സാധനം നമുക്ക് ഇങ്ങനെയാണ്. പഞ്ചായത്ത് എന്താണ് സമാന്തരമായിട്ട് നമ്മൾ ഈ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടോ എന്ന് നോക്കുന്നില്ല.